ഇങ്ങനെയുള്ള സ്വഭാവക്കാര് എല്ലാ സമൂഹത്തിലും ഉണ്ടാവും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പോരാട്ടങ്ങളും പ്രതിസന്ധിയൊക്കെ ഉണ്ടാവുമ്പോൾ മെല്ലെ ഉൾവലിഞ്ഞിട്ട് വിജയങ്ങളും ആഘോഷങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അവര് മുന്നിട്ടിറങ്ങും. എന്നിട്ട് അവര് വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരെ കശക്കി എറിഞ്ഞുകൊണ്ട് അവരുടെ ഉള്ളുകളി മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുന്നത് ആലി ഇമ്രാനിൽ 188 ആയത്തിൽ കാണാം. അലാ തഹ്സബന്നല്ലദീന യഫ്റഹൂന ബിമാ അതൗ വയുഹിബ്ബൂന അൻ യുഹ്മദൂ ബിമാ ലം യഫ്അലു. ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ വലിയ വായിൽ സംസാരിച്ച് വലിയ സംഗതിയായിട്ട് അവതരിപ്പിക്കുകയും എന്നാൽ അവർ ചെയ്യാത്ത സംഗതികളിലൊക്കെ അവരെ പുകഴ്ത്തപ്പെടണമെന്നും അംഗീകാരം കിട്ടണമെന്നും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം. വലഹും അദാബുൻ അലീം, അവർക്ക് ശക്തമായ ശിക്ഷയുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാണ്. കപടവിശ്വാസികള്, വിശ്വാസം അഭിനയിക്കുന്ന ആളുകൾ, അവരുടെ സ്വഭാവമാണ്. യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങളായ ആളുകൾ ബൈനൽ ഖൗഫി വർ റജാ, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ അവർക്ക് എപ്പോഴും ഭയപ്പാടും അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ പ്രതീക്ഷയും വെച്ചുകൊണ്ടാണ് അവരെ ഹൃദയം എപ്പോഴും ഉണ്ടാവുക. ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാകുമോ? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, യഥാർത്ഥ തഖ്വയുള്ളവരിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ യഥാർത്ഥത്തിലായിട്ടുണ്ടോ, അതിൻ്റെ ഷർത്തും ഫർദൊക്കെ പാലിച്ചിട്ടുണ്ടോ എന്ന ബേജാറിലാണ് അവർ. എന്നാൽ വിശ്വാസമില്ലാത്ത ആളുകൾ, അല്പജ്ഞാനികളായ ആളുകൾ, അവരിത്തരം അവകാശവാദങ്ങളായിട്ട് വരുമ്പോൾ അതിൽ നമ്മൾ പെട്ടുപോകരുത്. ആ സ്വഭാവക്കാരിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.